പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 5ാം ക്ലാസ് തജ്വീദ് വ ലിസാനുൽ ഖുർആൻ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന തിരക്കിലാവും. കാരണം പരീക്ഷ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച 24-ാം തീയതി 8 മണിക്ക് നമ്മുടെ പരീക്ഷ ആരംഭിക്കും. നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും കൂടെയുണ്ടാകും. അല്ലാഹു തആല എല്ലാവർക്കും ++ വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന തജ്വീദ് ലിസാനുൽ ഖുർആൻ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ്. ഇത് മുഴുവൻ കാണുന്നതിലൂടെ ഏതു രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും നല്ല മാർക്ക് നമുക്കിതുവഴി നേടിയെടുക്കാനും കഴിയും. ആരും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യം അറിയിക്കുകയാണ്. ഒരുപാട് ക്ലാസ്സുകൾ കേട്ടും പുസ്തകങ്ങളൊക്കെ വായിച്ചും ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കിയും നിങ്ങളൊക്കെ കുറേ വിഷയങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വായിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായി തോന്നും. നല്ല പഠിച്ചവർക്കാണ്, പഠിക്കാത്തവർക്ക് ഇതും പ്രയാസമായിരിക്കും. ഒന്നാമത്തെ ചോദ്യം യോജിച്ചത് ചേർത്തെഴുതാം എന്നുള്ളതാണ്. 6 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഉത്തരങ്ങൾ ബ്രാക്കറ്റിലുണ്ട്. നമ്മൾ നേരെ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. എല്ലാം വ്യത്യസ്തമായ കളറുകളിൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ ഇമാലത്താണ്. 2 ഖുർആൻ പഠിച്ചത് മറന്നുപോകൽ വലിയ തെറ്റാണ്. മൂന്നാമത്തത് ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് പൂട്ടൽ ഇഷ്മാമാണ്. 4 ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്കുയരൽ ഇസ്തിഗ്ല ആണ്. 5 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജംഉൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ ക്രോഡീകരണം നടത്തിയവരാണ്. ഖാഫ് ത്വാ ബാ ജിം ദാൽ അഥവാ കുതുബ് ജദ് എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന, നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന, ++ വരെ കിട്ടാൻ കാരണമാകുന്ന ഓരോ വിഷയത്തിൻ്റെയും വെവ്വേറെയായിട്ടുള്ള 4 PDF-കളുണ്ട്. അതിൽ ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടൻ്റായി നമ്മൾ പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എല്ലാ പാഠത്തിൻ്റെയും വെവ്വേറെ വേർപിരിച്ച് എഴുതിയ ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകമുള്ള 4 PDF-കളും അതിൻ്റെ കൂടെ ഈ 4 വിഷയങ്ങളിലും വന്ന ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഹദീസുകൾ അതിൻ്റെ അർത്ഥങ്ങൾ അടങ്ങിയ 5 PDF-കളുണ്ട്. 50 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ 50 രൂപ അയച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ബാർകോഡ് അവിടെ ഉണ്ട്, സ്കാൻ ചെയ്ത് 50 രൂപ അയച്ച സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 PDF-കളും നമ്മൾ അയച്ചു തരും. വളരെ ഉപകാരപ്രദമായിരിക്കും. വേണ്ട ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉത്തരം എഴുതാം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്. വായിക്കാം. 1. സ്വാദിനെ സീനാക്കി ഓതണം എവിടെയെല്ലാം? സൂറത്തുൽ ബഖറയിലെ 245-ാമത്തെ ആയത്തിൽ വയബുസുത്തു എന്നുള്ള അവിടെ സു എന്നുള്ളത് സ്വാദാണ്, പക്ഷേ നമ്മൾ സീന് കൊണ്ട് ഓതണം യബുസുത്തു. അതുപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 60-ാമത്തെ ആയത്ത് ബസത്തഹു എന്നുള്ളത് അവിടെയും സ്വാദാണ്, പക്ഷേ സ ആയിട്ട് ഓതണം ബസത്തഹു എന്നുള്ളത്. ഇനി രണ്ടാമത്തത് ഖുർആൻ പാരായണം കേൾക്കുന്നവൻ എങ്ങനെയായിരിക്കണം? പാരായണം കേൾക്കുന്നവൻ്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിൽ ആയിരിക്കണം എന്നതാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു ആര് മുഖേന എന്നൊരു ചോദ്യം. ആസിമുൽ കൂഫി എന്നവരുടെ ശിഷ്യനായ ഹഫ്സ് ബിനു സുലൈമാനുൽ കൂഫിയിൽ നിന്നുമാണ് നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ആസിമുൽ കൂഫി എന്നവരുടെ ശിഷ്യനായ ഹഫ്സ് ബിനു സുലൈമാനുൽ കൂഫിയിൽ നിന്ന്. അത് എഴുതുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. 4 സുജൂദു തിലാവ സുന്നത്താണ് ആർക്ക്? അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ആർക്കാണ് സുന്നത്ത് എന്നാണ് ചോദ്യം. സജദയുടെ ആയത്ത് ഓതുന്നവർക്കും അത് കേൾക്കുന്നവർക്കും. അപ്പോൾ ആയത്ത് കേൾക്കുന്നവർക്കും അത് ഓതുന്നവർക്കുമാണ് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തായി വരുന്നത്. 5-ാമത്തത് വഖഫിൻ്റെ
പ്രാധാന്യം വ്യക്തമാക്കുന്ന ആയത്ത് ഏത്? വറത്തിൽ ഖുർആന തെർത്തീല എന്നുള്ളതാണ്. മൂന്നാമത്തത് യോജിപ്പിക്കാം എന്ന ചോദ്യം. 7 ചോദ്യങ്ങളുണ്ട്. ഉത്തരം ഇപ്പുറത്ത് ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ശരിയായത് നമ്മൾ അതിൻ്റെ നേരെ എഴുതി കൊടുക്കണം. 1 അഊദുബില്ല എന്നതിനോട് യോജിച്ചത് അംസത്തുൽ ഖത്ത് എന്നാണ്. കാരണം ഔദുബിലുള്ള അംസത്തുൽ ഖത്ത് ആണ്. ഈസബിനു മറിയം, ആ ഈസബിനു എന്നുള്ളതിൻ്റെ ആ ഇബിനിൻ്റെ മുമ്പുള്ള അംസത്തുൽ വസുലാണ്. വഫാക്കിഹത്തിൻ കസീറ എന്നുള്ളതിലെ കസീറ എന്നുള്ളതിലെ ഹാഉ തഅനീസാണ്. കിതാബിയ എന്നുള്ളതിലെ സക്തയുടെ ഹാഉ സക്തയാണ്. 5 മീമ് യോജിച്ചത് വഖഫ് ലാസിമാണ്, വഖഫ് നിർബന്ധമാണ്. ജീമിനോട് യോജിച്ചത് വഖഫ് ജായിസാണ്, വഖഫ് നിർത്തൽ അനുവദനീയമാണ്. ലാ എന്നതിനോട് യോജിച്ചത് ലാ തഖിഫ്, നിർത്തരുത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ശേഷം 4-മത്തത് കമ്മിലിൽ ഫറാ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് 5 എണ്ണം കാണാം. 5 ചോദ്യങ്ങളുണ്ട്. അതിൽ 1-മത്തത് ഡാഷ് കുത്തുബിൻ എന്നതാണ്. കുത്തുബിൻ എന്നുള്ളത് ഒരു പുരുഷ വർഗത്തിൻ്റെ വേർഡാണ്. കാരണം അതിൽ ത ഇല്ല. പുരുഷവർഗത്തിൻ്റെ വേർഡാകുമ്പോൾ നമ്മളതിന് മുമ്പ് ഉപയോഗിക്കുന്ന എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിൽ താവ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഹംസത്തു എന്നെടുത്തത്. ഇപ്പുറത്ത് ആണാകുമ്പോൾ പെണ്ണിനെ സൂചിപ്പിക്കുന്ന താവ് കൊടുക്കണം. ഇനി ഇപ്പുറത്ത് പെണ്ണാകുമ്പോഴോ ആണിനെ സൂചിപ്പിക്കുന്ന നിലക്ക് ത ഇല്ലാതെ കൊടുക്കണം. ഹംസത്തു കുത്തുബിൻ. ഇനി ബനാത്തിൻ എന്ന് പറയുന്നത് പെണ്ണാണ്, പെണ്ണുങ്ങളാണ്. അപ്പോൾ അവിടെ യോജിച്ചത് ഏതാണ്? തിസ്ഉ ബനാത്തിന്. ഇത് പാഠപുസ്തകത്തിലുള്ളത് തന്നെയാണ്. ഇനി ദജാജാത്തിൻ, പിടക്കോഴിയാണ്. പിടക്കോഴി പെൺവർഗമാണ്. അതുകൊണ്ട് പെൺവർഗമല്ലാത്തത് നമ്മൾ തിരഞ്ഞെടുക്കണം. സലാസു ദജാജാത്തിൻ. നൗഫൽ കതബ എഴുതി, അദ്ദറസ പാഠം എഴുതി. ദഹബ പോയി, അൽ മുസാഫിറു യാത്രക്കാരൻ, ഇലാ ദുബായിലേക്ക് പോയി. ഈ ഒരു രൂപത്തിലാണ് നമ്മളതിനെ ഫില്ല് ചെയ്യേണ്ടത്. ഇതുപോലത്തെ മറ്റു ചോദ്യങ്ങൾ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഏകവചനം, ബഹുവചനം, ആണ്, പെണ്ണ് എന്നൊക്കെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇനി 5-മത്തത് അജിബ്, ഉത്തരം എഴുതുക എന്നുള്ളത്. മത്താ തക്കൂമു മിനന്നവും, നീ ഉറക്കിൽ നിന്ന് എപ്പോഴാണ് ഉണരുന്നത്? നമ്മളോടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഏതൊരു സമയം വേണമെങ്കിലും എഴുതാം. ഖബിലൽ ഫജ്ർ എന്നോ ബാദൽ ഫജ്ർ എന്നോ സുബൈക്ക് ശേഷം എന്നോ നമുക്കിഷ്ടമുള്ളത് അവിടെ എഴുതി കൊടുക്കാം. 2-മത്തത് കം സനത്തൻ ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, നബി തങ്ങൾ മദീനയിൽ എത്ര വർഷം ജീവിച്ചു? ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന, 10 വർഷം നബി തങ്ങൾ ജീവിച്ചു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. 3-മത്തത് അയ്യുൽ ജമാഅത്തി അഫ്ളലു, ഏത് ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ജുമുഅയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 6-മത്തത് അരിബ്, അറബിയാക്കാനാണ്. ജുനൈദും ഖാലിദും ദിനപത്രം വായിച്ചു കഴിഞ്ഞതാണ്, വായിക്കുന്നു എന്നല്ല, വായിച്ചു. അപ്പോൾ ജുനൈദുൻ വ ഖാലിദും ഖറആ അൽ ജരീദത്ത, ദിനപത്രം വായിച്ചു. 2-മത്തത് നീ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന തജീഉ, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ഇതല്ല, മറ്റേതെങ്കിലും ഒന്ന് അറബിയാക്കാൻ ചോദിച്ചേക്കാം. പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക. ഇനി നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അതിലൊന്ന് അദുറുസു ദുറൂസി കുല്ലയോമിൻ, അദുറുസു ഞാൻ പഠിക്കും, ദുറൂസി എൻ്റെ പാഠങ്ങൾ, കുല്ലയോമിൻ എല്ലാ ദിവസവും എൻ്റെ പാഠങ്ങൾ ഞാൻ പഠിക്കും. 2 അത്തോലിബൂന വിദ്യാർത്ഥികൾ, സൊല്ലു അവർ നിസ്കരിച്ചു, അല്ലുഹറ ലുഹർ നമസ്കരിച്ചു വിദ്യാർത്ഥികൾ. അപ്പോൾ ഇതുപോലെ പരിഭാഷപ്പെടുത്താനും ഉറപ്പായും പ്രതീക്ഷിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു ലൈക്ക് വീഡിയോക്ക് നൽകുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും, നഷ്ടമാവാതിരിക്കട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു.